ഇത്തിബാഉൽ ഖുർആനി വസുന്നതി സ്വദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഷെയ്ഖുന മിത്തബയിൽ ഉസ്താദിന്റെ പ്രിയങ്കനായ പുത്രൻ ഇർഷാദ് അരിമി ഉസ്താദ് അവറുകൾ, ഈ മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട ഷെയ്ഖുന ബംബ്രാന ഉസ്താദ് അവറുകൾ, ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം നൽകിയിരിക്കുന്ന മറ്റു ഈ മഹത്തായ വേദിയിൽ ഇവിടെ ആശംസ ഭാഷণ അറിയിച്ചിട്ടുള്ള ഈ മഹല്ലത്തിന്റെ ഖത്തീബും, അതേപോലെ ഈ മഹത്തായ നാട്ടിൽ ഈ നാടിന്റെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്മിറ്റി ഭാരവാഹികൾ, ഇവിടുത്തെ ഈ മഹത്തായ പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റ് സിദ്ദീഖ് ആജാർ, സെക്രട്ടറി ഇസ്മായിലാക്ക്, അതേപോലെ ഉപാധ്യക്ഷനും ഷാവുല്ലാക്ക, മിത്തബയിൽ മഹത്തായ ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ഈ വേദിയിലുള്ള സാഗർ മുഹമ്മദ് സാഹിബ്, അതേപോലെ ഈ മഹത്തായ വേദിയിൽ ഉപവിഷ്ടനായിട്ടുള്ള ഈ നാടിന്റെ SKSF-ന്റെ നേതാക്കൾ, ഈ മഹത്തായ പർലിയ SKSF യൂണിറ്റ് ഇതിന്റെ പ്രസിഡന്റ് ഉമറുൽ ഫാറൂഖ്, സെക്രട്ടറി നമ്മുടെ യൂനുസാക്ക് അടക്കമുള്ള ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഏറെ സ്നേഹവും ആദരവും നിറഞ്ഞ നല്ലവരായ, എന്നും നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഈ മഹത്തായ നാടിലെ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വാലിഹായ സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഏറെ പ്രതിഫലമുള്ള ഒരു മജ്ലിസാക്കി, ഒരു പരിപാടിയാക്കി, ഒരു സംഗമമാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവർ, ഇതിനു വേണ്ടി സഹകരിച്ചവർ, സഹായിച്ചവർ, ഇതിനു വേണ്ടി അധ്വാനിച്ചവർ, അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. നമുക്കറിയാം, ഇന്നത്തെ പരിപാടി ഷെയ്ഖുന ഉസ്താദുൽ അസാദീദ് മിത്തബയിൽ അബ്ദുൽ ജബ്ബാർ ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു വറഫഅ ദറജതഹു അവിടുത്തെ 7ാം ആണ്ടിന് അനുസ്മരണയുടെയും മഹത്തായ ദീനി പ്രസ്ഥാനം സമസ്ത കേരള ജമഅത്തുൽ ഉലമ ഇതിന്റെ 100ാം വാർഷിക മഹാസമ്മേളനത്തിന്റെയും മുസ്ലിം ഉമ്മത്തിന്റെ നേതാവ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവിടുത്തെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ശതാബ്ദി സന്ദേശയാത്രയുടെയും പ്രചരണ പരിപാടിയിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു ഈ പരിപാടി മഹാന്മാർ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സൽക്രമമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതിന്റെ കാരണം കൊണ്ട് അള്ളാഹു നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും സലാമത്ത് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ജബ്ബാർ ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു അവിടത്തേക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു അമലാക്കി, അവിടുത്തെ ആ മണിയറയിൽ കണ്ടുകൊണ്ട് ഏറെ സന്തോഷിക്കുന്ന ഒരു സംഗമമാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, ഈ മഹത്തായ SKSF പർലിയ യൂണിറ്റ് എന്തുകൊണ്ടും ഇവരെ പ്രശംസിക്കൽ എൻ്റെ മേൽ കർത്തവ്യവും ബാധ്യതയും കൂടിയാണ്. ഞാൻ ഓർക്കുന്ന ഈ മഹത്തായ പർലിയ എന്ന നാട്ടിൽ ഖത്തീബായി ആദ്യം ജോലിയിൽ വന്ന സമയത്ത് ബൺട്വാള സോൺ ഇതിന്റെ ഒരു മീറ്റിംഗിലാണ് ആദ്യമായി പർലിയ യൂണിറ്റ് എന്തുകൊണ്ടോ എന്തോന്നറിയില്ല, പ്രവർത്തനമല്ല ഇപ്പം എന്തായിട്ടുണ്ട്, കുറച്ചും കുറഞ്ഞിട്ടുണ്ട് എന്ന് അവിടെ ഇരിക്കുന്ന കമ്മിറ്റി ഭാരവാഹികൾ ഇങ്ങനെ സംസാരിക്കുകയും, എനിക്ക് തോന്നുന്നു അദാലത്തിന്റെ ഒരു പരിപാടി, അദാലത്തിന്റെ ഒരു പരിപാടി അങ്ങനെ ഈ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കുകയും, ആ സമയത്ത് അവിടെ ഞാൻ ആ സ്ഥലത്ത് അവിടെ ആ സംഗമത്തിൽ ഞാൻ അവിടെ
ഇരിക്കെ ഈ കാര്യം എന്നോട് സൂചിപ്പിക്കുക ചെയ്തപ്പോൾ എനിക്കെന്തോ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ആശങ്ക തോന്നി. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഇവിടെ ഈ നാട്ടിലുള്ള SKSF പ്രവർത്തകരെ ഇങ്ങനെ വിളിക്കുകയും കൂടുതലായി ഒന്നും ഞാൻ ചെയ്തു എന്ന് പറയുന്നതല്ല, മറിച്ച് അവരോടിങ്ങനെ ചോദിച്ചു എന്ന് മാത്രമാണ്. എന്തുകൊണ്ട് നിങ്ങളെ പ്രവർത്തനം നടക്കുന്നില്ല എന്ന ഒറ്റൊരു ചോദ്യമാണ് അവരോട് ഞാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോ അൽഹംദുലില്ലാ പിന്നീട് നടന്നതെല്ലാം ചരിത്ര സംഭവങ്ങളാണ്. പിന്നീട് നടന്നതെല്ലാം ഈ 2 വർഷത്തോളം ഞാൻ നിരന്തരമായി ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളെ കാണുകയും അതിലേറെ സന്തോഷിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. നിരന്തരമായി അൽഹംദുലില്ലാ 2 വർഷക്കാലം. ഇനിയും അല്ലാഹു ഇതിനെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് അല്ലാഹു എത്തിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ മഹത്തായ നാട്ടിൽ പർലിയ എന്ന് പറയുമ്പോൾ ഇപ്പൊ SKSF യൂണിറ്റ് നല്ലോണം ജനങ്ങളെ മുമ്പിൽ വ്യാപിച്ചു നിൽക്കുകയാണ്, ജനങ്ങളാൽ പ്രശംസിക്കപ്പെടുകയാണ്. എന്തുകൊണ്ട്? ഈ മഹത്തായ നാട്ടിന്റെ യുവാക്കൾ അതിനു വേണ്ടി കഷ്ടപ്പെടുന്നു. ഇതിന്റെ മദ്രസ വിദ്യാർത്ഥികൾ അൽഹംദുലില്ലാ വളരെയേറെ സന്തോഷമാണ്. നമ്മുടെ യുവതലമുറ മഹത്തായ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ആലോചിക്കുക എന്നത് വലിയ വിഷയമാണ്. നമ്മുടെ യുവതലമുറ നല്ല വഴിയിൽ അവർ കടന്നു വരുന്നു എന്നത് നമ്മുടെ ആഗ്രഹമാണ്. എന്നാൽ അതങ്ങനെ തന്നെ പ്രാവർത്തികമാക്കി കാണുക എന്നത് വലിയ സന്തോഷമുള്ള വിഷയമാണ്. അത് വലിയ സന്തോഷം നൽകുന്ന ഒരു വിഷയമാണ്. അൽഹംദുലില്ലാ നമ്മുടെ യുവതലമുറക്ക്, നമ്മുടെ ബാല്യക്കാർ, നമ്മുടെ മക്കൾക്ക് അല്ലാഹു ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹ്കളാക്കുകയും നമ്മയും അല്ലാഹു സ്വാലിഹ്കളാക്കി തീർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ അൽഹംദുലില്ലാ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയും ഇൻഷാ അല്ലാഹ് നമ്മളെ ഇന്നത്തെ പരിപാടിയുടെ ഭാഗമായി ബക്കറ്റ് നിങ്ങളുടെ മുമ്പിൽ വരും. പിരിവാക്കല്ല, ഇത് ഞങ്ങളെ റായത്തിൽ നടക്കുന്ന ഫംഗ്ഷൻ. SKSF പർലിയ യൂണിറ്റ് നല്ലോണം കഷ്ടപ്പെടുന്നു. അപ്പൊ ഞങ്ങളും ഇവര് പരിപാടിയിൽ, കാരണം ഞങ്ങളാക്കിയ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ജബ്ബാർ ഉസ്താദ് നവറല്ലാഹു മർഖദ ഉസ്താദിന്റെ അനുസ്മരണയാണ്. അതിൽ ഒരു അംശം ഞങ്ങൾക്ക് കിട്ടുക എന്നത് വലിയ വിഷയമാണ്. അള്ളാഹു നമുക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, നമ്മുടെ സ്വതക്കകൾ സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ആ ബക്കറ്റ് വരുമ്പോ നിങ്ങൾ ഉള്ളത് എത്രയാണെങ്കിലും അതിന് കൊടുത്തിട്ട് എന്താക്കുക, സഹകരിക്കുക. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അതിന് ഞാൻ പറഞ്ഞു വരുന്നത്, മാഷാ അല്ലാഹ് ഒരുപാട് പ്രവർത്തനങ്ങൾ വർഷാവർഷം ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവരുടെ അനുസ്മരണം നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. ഇതെല്ലാം വലിയൊരു ആശംസിക്കപ്പെടേണ്ട പ്രവർത്തനങ്ങളാണ്. നമ്മുടെ നാട്ടിൽ ദീന് നമുക്ക് പഠിപ്പിച്ചു തന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദിനെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ജനങ്ങളെ മുമ്പിൽ അവിടുന്ന് ഉസ്താദിന്റെ അനുസ്മരണം, ഉസ്താദിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക. ഇതെല്ലാം വലിയ വിഷയമാണ്. ഇതെല്ലാം വലിയ സവാബുള്ള കാര്യങ്ങളാണ്. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ മഹത്തായ പരിപാടി ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവറുകളെ കുറിച്ച് പറയണമെങ്കിൽ നമുക്ക് എത്ര പറഞ്ഞാലും നമുക്ക് എന്തില്ല, തീരാവുന്നതല്ല. എത്ര പറഞ്ഞാലും നമുക്ക് തീരുന്ന വിഷയമല്ല. എത്ര പറഞ്ഞാലും ഇനി എത്ര ചൊന്നാലും നമ്മളെ മിത്തബയിലും ഈ പരിസരത്തിലുള്ള പർലിയ നാട്ടിൽ, ഈ താലിപ്പടപ്പൂൻ അന്തർപെട്ടി നാട്ടിലെല്ലാ ആൾക്കാർക്കും ജബ്ബാർ ഉസ്താൻ എത്ര ചൊല്ലെങ്കിലും കേൾക്കാൻ റെഡിയാണ്. കാരണം ഉസ്താദിന്റെ സ്വഭാവം, ഉസ്താദിന്റെ ആ താഴ്മ, ഉസ്താദിന്റെ ആ സ്വഭാവ ഗുണം, അതെല്ലാം നമ്മൾ കണ്ട് ഉസ്താദിനിക്ക് ഇനിയും ഒരുപാട് ദീർഘകാലം ആയുസുണ്ടെങ്കിലോ എത്ര നന്നായിരുന്നു എന്ന് ആഗ്രഹിച്ചവരിൽ പലരുമാണ് ഞാനും നിങ്ങളും, അല്ലേ? ഉസ്താദ് ഇനിയും ഒരുപാട് വർഷം ജീവിച്ചിട്ടുണ്ടെങ്കിൽ എത്രമോ നന്നായിരുന്നു എന്നാണ്. അല്ലാഹു ഉസ്താദിനിക്ക് ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അങ്ങനെ ഈ മഹത്തായ പർലിയ യൂണിറ്റിന്റെ ആൾക്കാർ ഇന്ന തീയതിക്ക് ഇങ്ങനെ പരിപാടി നടത്തുന്നു എന്ന് എന്നോട് ഇങ്ങനെ ആവശ്യപ്പെട്ടവർ വരികയും അവരോട് റാലിയുടെ കാര്യങ്ങൾ, അൽഹംദുലില്ലാ ഞാൻ 2-3 ആൾക്കാർ, ബഹുമാനപ്പെട്ട സാഗർ നമ്മുടെ പ്രസിഡന്റ് ആചാർ അടക്കം പറഞ്ഞു റാലി നല്ല ഉഷാറായിട്ടുണ്ടെന്നാണ്. അപ്പൊ റാലിയുടെ കാര്യം വരുമ്പോ ചെറുങ്ങനാക്കേണ്ട, ഒന്നും കൂടി വലുതായിട്ടാക്കിയതാണ്. അപ്പൊ അൽഹംദുലില്ലാ മിത്തബയിലെ പള്ളി മുതൽക്ക് ഇവിടം വരേക്കും നല്ല റാലി, നല്ല ഉഷാറായ റാലി. അപ്പൊ എന്തുകൊണ്ടും നല്ല പ്രവർത്തനത്തിന് കൂട്ടി നിൽക്കുന്ന ആൾക്കാരാണ് ഈ മഹത്തായ പർലിയ നാടിന്റെ ജനങ്ങൾ എന്നതിൽ സംശയമില്ല. കാരണം അതിനേക്കുള്ള ഏറ്റവും വലിയ തെളിവ് തന്നെ ഞാനിവിടെ ആദ്യ വർഷം നടന്ന നമ്മുടെ മീലാദ് റാലി, അത് വളരെ വമ്പിച്ച ഒരു റാലിയായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു റാലിയാണ്.
അങ്ങനെയുള്ള മഹത്തായ പരിപാടികൾക്കെല്ലാം നമ്മുടെ നാട്ടുകാർ എന്താണ് ഒരുമിച്ച് കൂടുന്നവനാണ്. അള്ളാഹു ഈ നാട്ടുകാർക്ക് മുഴുവനും അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ, റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കട്ടെ, നല്ലവരിൽ നല്ലവരാക്കി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ഈ മഹിതമായ പ്രസ്ഥാനം, ഇതിനെ നമ്മൾ എന്തുകൊണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മുടെ മക്കൾ ദീനി ബോധമുള്ളവരായി തീരൽ നമ്മുടെ ബാധ്യതയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ മുഹ്സിൻ ഫൈലി ഉസ്താദ് അവറുകൾ, ഞാൻ നേരത്തെ ലൈവിൽ നോക്കുമ്പോൾ നല്ല വിഷയമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ മക്കള് ദീനുള്ളവരായി തീരൽ അത് നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ മക്കൾക്ക് നല്ല ബോധം കൊടുക്കൽ നമ്മുടെ കടമയാണ്. അവർക്ക് നല്ല ദീനി ബോധമുള്ളവരാക്കൽ, അവർക്ക് സ്പിരിച്വൽ നോളേജ് കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. ആ സ്പിരിച്വൽ നോളേജ് അവർക്ക് ഇട്ടുകൊടുത്തില്ലെങ്കിൽ ജീവിതത്തിന്റെ ഏതെങ്കിലും കാറ്റഗറിയിൽ അവർ എന്തായിത്തീരും? ഫെയില്യൂറിലേക്ക് അവർ പോയി എത്തുന്നതാണ്. അവർ ഉറപ്പായും ഫെയിലായി പോകും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ. ഇന്ന് ഞാൻ ബാംഗ്ലൂർ ഭാഗത്ത് നമ്മൾ പല കേസുകളും കേൾക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കേസുകളാണ് സമൂഹത്തിൽ വലിയ വലിയ പ്രശസ്തിയും പേരും പെരുമയുള്ള ആൾക്കാർ, പക്ഷേ കുടുംബ ജീവിതത്തിലേക്ക് വരുമ്പോ they are totally zero. അവരെന്താണ്? വട്ടപൂജ, ടോട്ടലി സീറോ ആണ്. ഈ അടുത്ത് നടന്ന ഒരു പെണ്ണുങ്ങൾ വന്ന് പറയുന്നത്, ആ പെണ്ണുങ്ങളുടെ ഭർത്താവിന്റെ വിഷയം. ഭർത്താവ് അറിയപ്പെടുന്ന ഒരു അഡ്വക്കേറ്റാണ്, അയാളെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അറിയപ്പെടുന്ന ഒരു അഡ്വക്കേറ്റാണ്, പക്ഷേ കുടുംബ ബന്ധം വിഷയത്തിൽ അയാൾ എന്താണ്? മൊത്തം സീറോ. അതെന്തുകൊണ്ടാണ്? ദീനി ബോധമില്ല. അയാൾക്ക് എന്തുണ്ട്? പൊതുവെയുള്ള ഒരുപാട് നോളേജുകൾ, വിദ്യാഭ്യാസങ്ങൾ അയാൾക്കുണ്ട്. കുറെ ഡിഗ്രികളുണ്ട്, MBBS, MBA, BCom, BA, MCom, MA, അതേപോലെ BCA, ഇങ്ങനെയുള്ള ഒരുപാട് ഡിഗ്രികൾ, D.Pharm, B.Pharm, അങ്ങനെയുള്ള പല ഡിഗ്രികൾ, കോഴ്സുകളുണ്ട്. പക്ഷേ ദീനി ബോധമില്ല. നമ്മുടെ മക്കൾ അങ്ങനെ ആയിത്തീരാൻ പാടില്ല. നമ്മുടെ മക്കൾ ദീനി ബോധമുള്ളവരായി തീരണമെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ദീനി വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമാണ്. നല്ല ദീനി ബോധമുള്ള സംസ്ഥാനങ്ങൾ, നല്ല ദീനി ബോധമുള്ള മദ്രസകൾ, നല്ല ദീനി പഠിപ്പിക്കുന്നതായ അത് അവർക്ക് പ്രാവർത്തികമാക്കാൻ കൽപ്പിക്കുന്ന പള്ളിയിലെ ഉസ്താദന്മാർ, അതെല്ലാം നമുക്ക് ആവശ്യമാണ്. അതെല്ലാം നമ്മുടെ മുമ്പിൽ ഇത്ര മനോഹരമായി നമുക്ക് ഉണ്ടാക്കി തന്നത് അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന് 100 വർഷം അൽഹംദുലില്ലാഹ് തികയാൻ പോവുകയാണ്. 100 വർഷം അതിന് പൂർത്തിയാവുമ്പോൾ ഈ 100ാം വാർഷികം അതെന്തുകൊണ്ടും നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ ആഘോഷിക്കേണ്ട, സന്തോഷിക്കേണ്ട ഒരു പരിപാടിയാണ്, ഒരു വേളയാണ്, ഒരു സന്തോഷവേളയാണ്, ഒരു സുന്ദര മുഹൂർത്തമാണ് ഈ മഹത്തായ 100ാം വാർഷിക സമ്മേളനം. കാരണം നമ്മൾ ദിവസം ഖുർആനിൽ ഖുർആൻ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കി കൊടുക്കുകയും ആ ഖുർആനിൽ നമുക്ക് 114ഓളം സൂറത്തുകൾ നമുക്ക് അല്ലാഹു അതിങ്ങനെ തിട്ടപ്പെടുത്തി നമ്മുടെ സ്വഹാബാക്കൾ നമുക്ക് അത് എത്തിച്ചു തന്നു. എന്നാൽ അതിൽ പഠിക്കൽ നിർബന്ധമായ, ഓരോ മുഅ്മിനും മുഅ്മിനാത്തുകൾക്കും പഠിക്കൽ നിർബന്ധമായ ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ അറിഞ്ഞിരിക്കൽ ഓരോ മുഅ്മിനായ ആണിനിക്കും മുഅ്മിനത്തായ പെണ്ണിനിക്കും നിർബന്ധമാണ്. അത് പഠിച്ചിരിക്കൽ അനിവാര്യമാണ്. കാരണം ഒരു ദിവസം ഒരു മുഅ്മിന്റെ ജീവിതത്തിൽ 17 പ്രാവശ്യം അവൻ ഓതൽ നിർബന്ധമായ ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ, ഫാത്തിഹത്തുൽ കിതാബ്. ഈ സൂറത്തിൽ നമ്മൾ അല്ലാഹുവിന്റെ ആദ്യമായി അവിടുത്തെ സനാഅകൾ പ്രകീർത്തിക്കുകയാണ്. അങ്ങനെ പ്രകീർത്തിച്ചു വന്നുകൊണ്ട് അല്ലാഹുവിനോട് ഞങ്ങൾ ദിവസം ദുആരിക്കുന്ന ഒരു ദുആണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. റബ്ബേ, നീ എന്താക്കണം? നീ ഹിദായത്തിലാക്കണം, നമ്മൾക്ക് നീ ഹിദായത്ത് തരണം. എന്നാൽ ആ ഹിദായത്ത് അത് സിറാത്തുൽ മുസ്തഖീമിലൂടെയാണ്. ഖുർആനിൽ ഉടനീളം ഹിദായത്തിനെ കുറിച്ച് പറഞ്ഞെടുത്തെല്ലാം നമുക്ക് അന്വേഷിച്ചു നോക്കിയാൽ കാണാം. ഖുർആനിൽ ഹിദായത്തിനെ കുറിച്ച് പറഞ്ഞെടുത്തെല്ലാം കാണാം. അത് കിട്ടുന്നത് എവിടെയാണ്? അത് സിറാത്തിലാണെന്നാണ്. അത് സിറാത്തിലാണ്. ആ സിറാത്ത് എങ്ങനത്തെ സിറാത്താണ്? അത് മുസ്തഖീമായ സിറാത്തിൽ മാത്രമേ കിട്ടൂന്നാണ്. അത് മുസ്തഖീമായ സിറാത്തിൽ മാത്രം. ഞാൻ പറഞ്ഞു വരുന്നത്, ഹിദായത്തിനെ ആഗ്രഹിക്കുന്നവരാണോ നമ്മൾ? അല്ലേ? നമ്മൾ ഹിദായത്തിനെ ആഗ്രഹിക്കുന്നവരല്ലേ? ഞങ്ങൾക്ക് ഹിദായത്ത് വേണ്ടേ? അവസാനം മരണസമയത്ത് മുഅ്മിനായി മരിക്കണം, ഹിദായത്ത് നമുക്ക് വേണം. ഇത് ആഗ്രഹിക്കാത്ത ഒരു മുഅ്മിനും ഉണ്ടാവില്ല. എന്നാൽ ആ മുഅ്മിൻ ഹിദായത്തിന് ആഗ്രഹിക്കുന്നവൻ, അവൻ ചെയ്യേണ്ട പ്രവൃത്തി, ആ ഹിദായത്തിന് അവനിക്ക് കിട്ടണമെങ്കിൽ അവൻ ഏതിൽ വേണം?
മുസ്തഖീമായ സിറാത്തിൽ വേണം. മുസ്തഖീമായ സിറാത്തിലുള്ളവനിക്ക് മാത്രമേ എന്ത് കിട്ടും? ഹിദായത്ത് കിട്ടും. എന്നാൽ ആ മുസ്തഖീമായ സിറാത്താണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഇതിനെ നമ്മൾക്ക് തെളിയിക്കേണ്ട ആവശ്യമില്ല. ഓരോന്നായി എണ്ണിയെടുത്തുകൊണ്ട് ഒറ്റൊറ്റായി ഒന്നൊന്ന് പറയേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്തുകൊണ്ടും ഇത് സിറാത്തുൽ മുസ്തഖീമാണ് എന്നതിന് എനിക്ക് സംശയമില്ല. കാരണം ഇതിന് നേതൃത്വം നൽകിയ ഈ സിറാത്തുൽ മുസ്തഖീം നമുക്ക് കാണിച്ചു തന്നത് ഇത് മഹത്തുക്കളായ ജബ്ബാർ ഉസ്താദിനെ പോലത്തെ മഹത്തുക്കളായ പണ്ഡിതന്മാരാണ്. മഹത്തുക്കളായ കോട്ട ഉസ്താദിനെ പോലത്തെ, ഷെയ്ഖുന പയ്യിക്ക് ഉസ്താദിനെ പോലത്തെ പണ്ഡിതന്മാരാണ് നമുക്ക് ഇതെന്താക്കിയിട്ടുള്ളത്, കാണിച്ചു തന്നിട്ടുള്ളത്. കാരണം നമുക്ക് അവരെ അംഗീകരിക്കൽ നമുക്ക് അനിവാര്യമാണ്, നിർബന്ധമാണ്. എന്തുകൊണ്ട്? ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ഹിദായത്തുള്ളത് സിറാത്തുൽ മുസ്തഖീമിലാണ്. എന്നാൽ ആ സിറാത്തുൽ മുസ്തഖീം അത് എങ്ങനത്തെയാണ്? അല്ലദീന അൻഅംത അലൈഹിം, അല്ലദീന അൻഅംത അലൈഹിം, നീ നിഅമത്ത് ചെയ്തതായ ആൾക്കാർ സഞ്ചരിച്ചു പോയ, അവർ ജീവിച്ചു കാണിച്ച, അവർ നമുക്ക് കാട്ടിത്തന്ന പാതയാണ് ഏത്? സിറാത്തുൽ മുസ്തഖീം. എന്നാൽ സ്വാലിഹീങ്ങളായ ആൾക്കാർ അതിൽപ്പെട്ടവരല്ലേ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ജബ്ബാർ ഉസ്താദ്, ബഹുമാനപ്പെട്ട കോട്ട ഉസ്താദ്, ബഹുമാനപ്പെട്ട പയ്യിക്ക് ഉസ്താദ്, ബഹുമാനപ്പെട്ട കെട്ടി മാൻ ഉസ്താദ്, ബഹുമാനപ്പെട്ട കന്നിയത്ത് ഉസ്താദ്, ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദ്, അങ്ങനെ എല്ലാ പണ്ഡിതന്മാർ, സയ്യിദ് വരക്കൽ മുല്ലക്കോയ ബഅലവി തങ്ങൾ, അങ്ങനെ ഓരോ പണ്ഡിതന്മാർ, സമസ്തയിൽ മൺമറഞ്ഞു പോയ പണ്ഡിതന്മാർ നിങ്ങൾ എടുത്തു നോക്കൂ. ഇതെല്ലാം അവർ നല്ല രീതിയിൽ ജീവിച്ച് നല്ല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി, ദീനിന്റെ വേണ്ടി ഒരു പുരുഷായുസ് ബഹുമാനപ്പെട്ട, നമ്മൾ പുറത്തൊന്നും പോണ്ട, നമ്മൾ ദക്ഷിണ കന്നഡ വിട്ടു പോണ്ട, അല്ലേ? നമുക്ക് സമസ്യയെ പഠിക്കണമെങ്കിൽ നമുക്ക് വലിയ സമസ്യയെ കുറിച്ച് ഇവിടെ ഒരാൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഒരു ദിവസത്തിന്റെ വലിയ സ്റ്റേജ് ഉണ്ടാക്കിയിട്ട് ഇവിടെ അനുസ്മരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആവശ്യമില്ല. കാരണം ജബ്ബാർ ഉസ്താദിനെ കണ്ട് ജീവിച്ച, കണ്ട് പഠിച്ച, അവിടുത്തെ ജീവിതത്തെ പരിപൂർണമായി അനുഗമിക്കുന്ന, അവിടുത്തെ ജീവിതത്തെ പരിപൂർണമായി അനുസരിക്കാൻ തയ്യാറായ ജനങ്ങളാണ് ഈ മഹത്തായ ഈ നാടിന്റെ ജനങ്ങൾ, അല്ലേ? നമുക്ക് ജബ്ബാർ ഉസ്താദിനെ മാത്രം നോക്കി പഠിച്ചാൽ മതി. ജബ്ബാർ ഉസ്താദ് കാണിച്ചു തന്ന പാത, ജബ്ബാർ ഉസ്താദ് ജീവിച്ചു തന്ന പാത, ജബ്ബാർ ഉസ്താദ് നയിച്ച പാത, ഇതെല്ലാം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ഈ മഹത്തായ പാതയാണ് അല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹു നിഅമത്ത് ചെയ്തതായ ഒരുപാട് ജനങ്ങൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ജബ്ബാർ ഉസ്താദിനെ പോലത്തെ മഹത്തുക്കളായ പണ്ഡിതന്മാർ ജീവിച്ച് കാണിച്ച് നമുക്ക് അതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് കാണിച്ച് മരിച്ചു പോയതാണ്. അങ്ങനെയുള്ള പാതയാണ് ഏത്? സിറാത്തുൽ മുസ്തഖീം. അതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പ്രസ്ഥാനം. ഈ പ്രസ്ഥാനമാണ് നമുക്കിവിടെ ദീനുണ്ടാക്കി തന്നത്. ഈ പ്രസ്ഥാനമാണ് നമുക്കിവിടെ നൽമാർഗം കാണിച്ചു തന്നത്. ഏതാണ് നല്ലത്, ഏതാണ് മോശം എന്ന് നമുക്ക് വ്യക്തമാക്കി തന്നത് ഈ മഹത്തായ പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിന്റെ 100 വർഷമാകുമ്പോ, ഈ പ്രസ്ഥാനത്തിന് 100 വർഷമാകുമ്പോ അത് നമ്മുടെ വലിയ ഭാഗ്യമാണ്. ഈ 100ാം വാർഷികത്തിന്റെ ഈ ഒരു സദസ്സ്, ഈ മനോഹരമായ ഈ ഒരു അന്തരീക്ഷം, ഈ മനോഹരമായ ഈ സുന്ദരമായ മുഹൂർത്തം, ഇതെല്ലാം കാണാൻ നമുക്ക് ഭാഗ്യം നൽകി എന്നത് നമ്മുടെ ജീവിതത്തിന്റെ വലിയ നിഅമത്തുകളാണ്, വലിയ നിഅമത്തുകളാണ്. ഇവിടെ പറയുകയുണ്ടായി കാസർഗോഡ് കുണിയയിൽ പോയി കുണിയ എന്ന വിഷയം. അതിലെല്ലാം ഒരുപാട് മറുപടികൾ വന്നാലും നാം മനസ്സിലാക്കേണ്ടത് ശുക്രുൽ മുൻഇമി വാജിബുൻ, നിഅമത്ത് ചെയ്തതിന്റെ ശുക്ർ ചെയ്യൽ നമുക്ക് നിർബന്ധമാണ്. അപ്പോ കാസർഗോഡിൽ പോയി കുണിയുക എന്നത് വലിയ വിഷയമല്ല. നമുക്ക് 100 വർഷക്കാലം നമുക്ക് ദീനി പഠിപ്പിച്ചു തന്ന ഒരു പ്രസ്ഥാനം, 100 വർഷം അല്ലാഹു അതിന്റെ യാതൊരു പള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാത്ത നിലക്ക്, ആശയാദർശങ്ങൾ തെറ്റിപ്പോവാത്ത നിലക്ക്, അതിൻ്റെതായ മുഹമ്മദിയ സംസ്കാരം പരിപൂർണമായ നിലക്ക്, ഒരു നിലക്കുമുള്ള വ്യത്യാസങ്ങൾ വരാതെ, ഒരു നിലക്കും ആദർശത്തിൽ വ്യഭിചലിക്കാതെ, ഒരു നിലക്കും അതിൽ നിന്ന് ഒരു അംശം പോലും തെറ്റിപ്പോവാതെ നിലക്ക് യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന ഈ മഹത്തായ ദീനുൽ ഇസ്ലാമിനെ 100 വർഷക്കാലം നമുക്ക് കാണിച്ചു തന്ന ഈ മഹത്തായ ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഹിതമായ ദീനി പ്രസ്ഥാനം 100 വർഷം അല്ലാഹു ഇതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിനും ഇത് നമുക്ക് അല്ലാഹു തൗഫീഖ് തന്നു. ഇതിന് 100 വർഷക്കാലം അല്ലാഹു ഒരു നിലക്കുമുള്ള ഓശത്തരത്തിൽ നിന്നും, ഒരു നിലക്കുമുള്ള ഏതൊരു നാശമായ കാര്യത്തിൽ നിന്നും ഇതിനെ സംരക്ഷിച്ചു എന്നത് തന്നെയല്ലേ നമ്മുടെ വലിയ നിഅമത്ത്. ആ നിഅമത്തിന് ശുക്ർ ചെയ്യൽ നമുക്ക് നിർബന്ധമാണ്. അതിനുവേണ്ടി പോയി കുണിയലും നമുക്ക് എന്താണ്, നാം തയ്യാറാണ്, അതിൽ നമുക്കൊരു സംശയം വേണ്ട. എന്നാൽ ഞാൻ ഓർക്കുന്നത് ഈ പറഞ്ഞ ആള് ഏത് സമയത്തും കുണിയുമ്പോ അയാൾ ഓർക്കും കാസർഗോഡ് കുണിയയിൽ നടന്ന സമ്മേളനത്തെ അയാൾ മരിക്കോളം ഓർക്കും, അല്ലേ? മരിക്കോളം അയാൾ എന്താക്കും, നമ്മുടെ ഈ കാസർഗോഡിൽ നടന്ന മഹത്തായ സമ്മേളനത്തെ അയാൾ ഓർക്കും എന്നതിൽ സംശയമില്ല.
കാരണം എപ്പോൾ സുജൂദ് ചെയ്യുമ്പോൾ എപ്പോൾ കുണിയുമ്പോൾ അയാൾക്ക് കുണിയ ഓർമ്മ, ആ കുണിയ ഓർമ്മയെ പിന്നെ എന്താവും, സമ്മേളനത്തെ ഓർമ്മയെത്തി. അള്ളാഹു നമ്മുടെ സമ്മേളനം വിജയിപ്പിക്കുമാറാകട്ടെ. മഹത്തായ ശതാബ്ദി സന്ദേശയാത്ര, ഇതിലും നിങ്ങൾ എന്താവണം, പോയി ഭാഗ്യയാവണം. പ്രത്യേകിച്ചും സമസ്തയുടെ 100ാം വാർഷികം, ഇതിൽ നമ്മൾ തെറ്റാതെ അതിൽ പോയി എത്തണം. കാരണം അൽ ഖൈറു ഇത്തിബാഉൽ ഖുർആനി വസുന്നതി എന്ന ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും ഖൈർ എന്നത് ഖുർആനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെയും മുറുകെ പിടിക്കുക, അതിനെ അനുഗമിച്ച് ജീവിക്കുക, അതിനെ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം കൊണ്ടു നടക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഖൈർ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മഹത്തായ ഈ സന്ദേശയാത്ര അതും നമ്മൾ പോയി അതിൽ വിജയിപ്പിക്കണം. നമ്മുടെ സയ്യിദുൽ ഉലമ മറ്റന്നാൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ആ പരിപാടിയിലേക്ക് നമ്മൾ ഓരോരുത്തരും നിർബന്ധമായി അവിടെ പോയി സംബന്ധിക്കുകയും ആ പരിപാടിയിൽ ഒരാളായി നമ്മൾ മാറണം. ആ പരിപാടി ഏറെ ജനങ്ങൾ കൂടിയ, അല്ലെങ്കിൽ ലോക ജനങ്ങൾ തിരിഞ്ഞു നോക്കുന്ന ഒരു പരിപാടിയായി മാറണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതേപോലെ 2026 ഫെബ്രുവരി മാസത്തിൽ 4 മുതൽ 8 വരെ നടക്കുന്ന കാസർഗോഡിൽ ആ പരിപാടി, ആ മഹത്തായ പ്രദേശത്ത് 100ാം വാർഷികം. കാരണം ഒരു 40 ആള് കൂടിയെടുത്ത്, ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്ന ഒരു വലിയ വിഷയം എന്നത്, ഒരു 40 ആള് കൂടിയെടുത്ത് ഒരു സ്വാലിഹിയായ ഒരാൾ ഉണ്ടാവുന്നതാണ്. 40 ആള് കൂടിയ ആ ഒരു മജ്ലിസിന്റെ ദുആക്ക് ഉത്തരമുണ്ടാവും. എന്നാൽ 40 ആളും സ്വാലിഹിങ്ങളായ ഒരു മജ്ലിസ്, 40 ആളും അള്ളാഹുവിന്റെ ഔലിയാക്കളായ ഒരു മജ്ലിസ്, 40 ആളും അള്ളാഹുവിന്റെ ആലിമികളായ മഹത്തായ മജ്ലിസ്. എന്നാൽ ലക്ഷക്കണക്കിലെ ഔലിയാക്കൾ, അറിയാത്ത ഒരുപാട് ഔലിയാക്കൾ, അറിയാത്ത ഒരുപാട് മസ്താന്മാർ, അറിയാത്ത ഒരുപാട് സ്വാലിഹികൾ വന്നു ചേരുന്ന മജ്ലിസ്, അതിൽ നമ്മുടെ ദുആക്ക് എന്തുകൊണ്ടും ഉത്തരമുണ്ട്. അത് ഇജാബത്തുള്ള ഒരു മജ്ലിസ് തന്നെയാണ്. അതിൽ പോയി നമുക്ക് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മഹത്തായ പരിപാടി അല്ലാഹു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട, ഇതിനു വേണ്ടി അധ്വാനിച്ച, ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അതേപോലെ അവർക്കുള്ള തടി കൊണ്ടും ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടവർ, അധ്വാനിച്ചവർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഒരുപാട് ഇതിന്റെ SKSF പ്രവർത്തകർ ഇതിനു വേണ്ടി ഒരുപാട് ദിവസം, ഒരു മാസത്തോളം ഇതിന് കഷ്ടപ്പെടുന്നുണ്ട്. അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അവർക്ക് അല്ലാഹു ഖൈറും ബറക്കത്തും ചൊരിഞ്ഞു കൊടുക്കട്ടെ. ഈ മഹത്തായ പരിപാടി നടത്താൻ ഈ പള്ളിയുടെ പരിസരം ഉണ്ടാക്കി കൊടുത്തത്, അതിനെ സജ്ജമാക്കി കൊടുത്ത ഈ മഹത്തായ കമ്മിറ്റി ഭാരവാഹികൾക്ക് അല്ലാഹു ഖൈർ നൽകുമാറാകട്ടെ. അല്ലാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. ഈ പരിപാടി വിജയിപ്പിക്കാൻ കാരണക്കാരായ ഈ മുഴുവൻ നാട്ടുകാർക്ക് അല്ലാഹു റാഹത്ത് കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സന്തോഷം ഏറ്റു കൊടുക്കട്ടെ. നമുക്ക് ഭക്ഷണം തന്നവർ അല്ലാഹു അവരുടെ റിസ്ക് അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്ക് അല്ലാഹു റാഹത്തും സന്തോഷവും നിഅമത്തും അല്ലാഹു നൽകട്ടെ. ദാരിദ്ര്യത്തെ തൊട്ട് അല്ലാഹു സലാമത്താക്കട്ടെ. എല്ലാവിധ ആശംസകളും എല്ലാവിധ നന്ദിയും കടപ്പാടുകളും അറിയിച്ചുകൊണ്ട് എൻ്റെ ഒരു പ്രസംഗത്തെ ഞാൻ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.